ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനലിൽ മെയിൻലി NSP റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ ചെയ്യാറ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി, അപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ പാർട്ട് 1. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ പാർട്ട് 1 കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ പാർട്ട് 1 നമ്മൾ കൂടുതലും OTR രജിസ്ട്രേഷനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് ആയിട്ടുള്ള ഈ പാർട്ടിൽ അപ്ലൈയിങ് ഫോർ സ്കോളർഷിപ്പിനെ പറ്റിയിട്ടായിരിക്കും ഫോക്കസ് ചെയ്യാൻ പോണേ. പ്രീവിയസ് വീഡിയോ കണ്ടവർക്ക് അറിയാം, OTR രജിസ്റ്റർ ചെയ്തു, നമുക്കൊരു OTR നമ്പർ കിട്ടി. ആ നമ്പറും പാസ്വേഡും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. സക്സസ്ഫുള്ളി ലോഗ്ഡ് ഇൻ ആയി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഓക്കെ അടിക്കുക. നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് 2 ബട്ടൺസ് കാണാൻ പറ്റും, അപ്ലൈ ഫ്രഷും അതുപോലെ മൈ ആപ്ലിക്കേഷൻസും. നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്ത ഒരാളാണെങ്കിൽ മൈ ആപ്ലിക്കേഷൻസിൽ കുറേ ആപ്ലിക്കേഷൻസ് വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അപ്ലൈ ഫ്രഷ് എന്ന് പറയുമ്പോൾ പുതിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യാമെന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. അത് കഴിഞ്ഞ് ഈ ബോക്സുകളെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻസ് വായിക്കാൻ നോക്കുക. എന്നിട്ട് ഐ എഗ്രി ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് അപ്ലൈ ഫ്രഷ് നമ്മൾ ഐ എഗ്രി കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഡൊമിസൈൽ സ്റ്റേറ്റ് അവർ ചോദിക്കും. അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യണ സ്കോളർഷിപ്പിൻ്റെ കാറ്റഗറി ചോദിക്കും. പോസ്റ്റ് മെട്രിക് ആണോ, ടോപ്പ് ക്ലാസ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റ് അത് തന്നെ കൊടുക്കുക. നിങ്ങൾ ഏത് സ്കീമാണോ ചൂസ് ചെയ്യണേന്നുള്ളത്. പിന്നെ അപ്ലിക്കേഷൻ ടൈപ്പ്, അത് NSPയുടെ പോർട്ടലിൽ ഇൻസെൻറ്റീവ്സും ഉണ്ട്, സ്കോളർഷിപ്സും ഉണ്ട്. അപ്പം അതിലേതാണെന്നുള്ളത് കറക്റ്റ് നിങ്ങൾ കൊടുക്കണം. ഇതെല്ലാം കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പ് കണ്ട മൈ ആപ്ലിക്കേഷൻസിൽ പോകുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വന്നിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ കുറേ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ പോർട്ടലിൽ നമ്മൾ ഒറ്റവട്ടം ഫ്രഷ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരെണ്ണം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരു പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അതുമ്പോൾ പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും, ഫിൽ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും, വിത്ഡ്രോ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. അതിൽ ഫിൽ ആപ്ലിക്കേഷൻ ചൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ജനറൽ ഇൻഫോർമേഷൻസും പേഴ്സണൽ ഇൻഫോർമേഷൻസും ഓൾറെഡി ഫിൽഡ് ആയിരിക്കും. അത് കഴിഞ്ഞ് എൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ നമ്മുടെ റിലീജിയൻ ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നുള്ളൂ. ഇനി ഇതിൽ മുകളിൽ നോക്കിയാൽ അറിയാം, ഓരോ സ്റ്റെപ്പ് കഴിയുന്നോറും അത് ഓരോന്ന് പച്ച കത്തും. അപ്പോൾ ജനറൽ ഇൻഫോർമേഷൻ നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞ് ഇനി അടുത്തത് അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. അപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് അവർ ചോദിക്കും. അതും കഴിഞ്ഞതിന് ശേഷം സ്കീം അവൈലബിൾസ് കാണിക്കും. നമ്മൾ ഏതൊക്കെ സ്കീമിനാണ് എലിജിബിൾ ആയിട്ടുള്ളത് അത് അവിടെ ലിസ്റ്റായിട്ട് കാണിക്കും. ചിലവർക്ക് കൂടുതൽ വരും, ചിലർക്ക് ഒരെണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്കീം സ്പെസിഫിക് ഡീറ്റെയിൽസ് ഉണ്ട്. അത് മിക്കതും അടിക്കേണ്ടി വരില്ല. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ. അതിനായിട്ട് വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിൽ കയറ്റണം. സോ ഇൻസ്റ്റിറ്റ്യൂഷൻ കിട്ടാനായിട്ട് ഗെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ബ്ലൂ ബട്ടൺ അമർത്താം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. അപ്പോൾ അതിൽ പേര് വെച്ച് സെർച്ച് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ കാണാം സെർച്ച് ബൈ നെയിം, സെർച്ച് ബൈ SHE കോഡ്, സെർച്ച് ബൈ UDISE കോഡൊന്നും ഉണ്ട്. അപ്പോൾ ഇതിൽ 3 ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്. ചിലർ പേരാണെങ്കിൽ അവിടെ പേര് ജസ്റ്റ് അടിച്ചു കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കോളേജ് അവിടെ വന്നിട്ടുണ്ടാവും, അടിയിൽ കണ്ട ലിസ്റ്റ് പോലെ. അപ്പം അതിൽ നിന്ന് ചൂസ് ചെയ്യുക. ഇനി നിങ്ങൾ കോഡുകൾ അടിച്ചിട്ടാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് കോഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. UDISE കോഡും ASHE കോഡും ഉണ്ട്. ഇനി കോമ്പറ്റേറ്റീവ് എക്സാം ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഏതെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. കുറേ പേര് ഇത് ഡൗട്ട് ചോദിക്കാറുണ്ട്. അത് കാരണമാണ് ഞാൻ പറഞ്ഞത്. മാൻഡറ്ററി ആണെന്നാണ് അവർ പറഞ്ഞേക്കണം, പക്ഷേ അത് കൂടുതൽ അടിച്ചു കൊടുക്കേണ്ടി വരാറില്ല. പിന്നെ അപ്ലിക്കേഷൻ സ്പെസിഫിക് ഡീറ്റെയിൽസിൽ വരുന്നതാണ് റേഷൻ കാർഡ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ UDID ഡീറ്റെയിൽസും, അതായത് നമ്മുടെ ആധാർ കാർഡിൻ്റെ. ഓക്കെ, അപ്പോൾ അത് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ വല്ല മെസ്സേജ് വന്നാൽ കണ്ടിന്യൂ അടിച്ച് വിട്ടാൽ മതി. അത് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കീമുകൾ നമുക്ക് ഏതാണോ എലിജിബിൾ അതിങ്ങനെ ലിസ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. ഇവിടെ ഒരു സ്കീം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് ആണ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടോ, ഇവിടെ സ്കീം സ്പെസിഫിക് ഡീറ്റെയിൽസ് ഒന്നും അടിച്ചു കൊടുക്കേണ്ടതെന്നാണ് അവർ എഴുതി കാണിച്ചേക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് അടിക്കുക. അത് കഴിയുമ്പോഴാണ് നമ്മുടെ അപ്ലോഡ് ഫയൽ എന്ന് പറഞ്ഞാൽ ആ ഒരു അപ്ലോഡ് ഡോക്യുമെൻസിൻ്റെ ഏരിയ വരുന്നത്. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് മാത്രം അപ്ലോഡ് ചെയ്താൽ മതി. ചിലർ എന്നോട് ചോദിക്കാറുണ്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. ഓരോ സ്കീം അനുസരിച്ച് ഡോക്യുമെൻറ്റ്സ് മാറും. ഏത് സ്കീമാണോ നിങ്ങൾ അപ്ലൈ ചെയ്യണേ അതിന് ചിലപ്പോൾ വളരെ കുറവ് ഡോക്യുമെൻറ്റ്സ് ആവും വേണ്ടത്, ചിലപ്പോൾ ചിലതിന് കുറേ ഡോക്യുമെൻറ്റ്സ് വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ
ഇനി അഥവാ ഇല്ലാത്ത ഡോക്യുമെന്റ്സ് കണ്ടുപിടിച്ചാലും മതി. ഫൈനൽ സബ്മിഷൻ പിന്നീട് കൊടുത്താലും യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഫൈനൽ സബ്മിറ്റ് നമുക്ക് കാണാം, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ് കിട്ടിയതിന് ശേഷം സബ്മിറ്റ് ചെയ്താലും മതി. ഓരോ ഫയലും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് സൈഡിൽ വ്യൂ ആൻഡ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അത് വ്യൂ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെക്ക് ചെയ്ത് നിങ്ങളെല്ലാം കറക്റ്റായെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുത്താൽ മതി. സോ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ശരിയായിട്ടില്ലെങ്കിൽ തന്നെയും ഈ സ്റ്റേജ് വരെ നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് ഇത് ഓക്കെ ആയതിനു ശേഷം നിങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും ഫൈനൽ സബ്മിറ്റ് കൊടുത്താൽ മതി. എപ്പോഴും ലോഗിൻ ചെയ്യുക, ഫിൽ ആപ്ലിക്കേഷൻ നിൽക്കുക, ഇവിടെ വരെ സേവ് ആയി കിടക്കുന്നുണ്ടാകും. ഫൈനൽ സബ്മിറ്റ് നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വാർണിംഗ് മെസ്സേജ് വരും, സബ്മിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഒന്നും കൂടി ചെക്ക് ചെയ്യണോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക, അത് കഴിഞ്ഞതിന് ശേഷം മാത്രം യെസ് കൊടുക്കുക. കാരണം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിഡ്രോ ചെയ്യാനും റിവോക്ക് ചെയ്യാനൊക്കെ നിൽക്കേണ്ടി വരും. അതിനും ഭേദം നന്നായി നോക്കിയിട്ട് സബ്മിഷൻ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ഇങ്ങനെ തെളിയും. അത് എടുത്തു വെച്ചോളോ, മറക്കരുത്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് വേണ്ടി വരും ട്രാക്ക് ചെയ്യാനൊക്കെ. സോ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ പിന്നെ ആപ്ലിക്കേഷൻ നമ്പർ എവിടെയെങ്കിലും എഴുതി വെക്കുക. അപ്പം എൻ്റെ ചാനലിൽ മെയിനായിട്ട് 3 പ്ലേലിസ്റ്റുകളുണ്ട്. അപ്പം അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഫസ്റ്റത്തെ NSP സ്കോളർഷിപ്പ് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇനി ചെയ്യാൻ പോകുന്ന മൈനോറിറ്റി സ്കോളർഷിപ്സിന്റെ വീഡിയോസ് ഒക്കെ ഞാനൊരു പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ FAQs, അതായത് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, കമന്റ്സിൽ കുറെ പേര് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അതെല്ലാം FAQs എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലാവും ഉണ്ടാവുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ വേറെയും കുറേ വീഡിയോസ് ഇത് റിലേറ്റഡ് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം അതും പോയി ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ പ്ലേലിസ്റ്റുകളും ചെക്കൗട്ട് ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.